Hey guys, നമസ്കാരം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് അബൌട്ട് വിറ്റമിൻ ഡി. നോട്ട് ഡയറക്ട്ലി അബൌട്ട് വിറ്റമിൻ ഡി, ബട്ട് ഈയിടെയായിട്ടൊരു ട്രെൻഡ് ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് എല്ലാവരും ജിമ്മിൽ പോകുന്ന എല്ലാവരും തങ്ങൾക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് ഓർത്ത് വിറ്റമിൻ ഡി ചുമ്മാ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അവർ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എടുക്കുകയോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് തിങ്കിങ് ദാറ്റ് അവർക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അവർ വെയിൽ കൊള്ളുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളാരും ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തൊന്നും പോകാത്തത് കുറവായതുകൊണ്ട് ഡെഫിനറ്റ്ലി വിറ്റമിൻ ഡി മിക്കവർക്കും കുറവായിരിക്കും. ദാറ്റ് ഡസൻ മീൻ എവറിബഡി ഹാസ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. സോ ഒരുപാട് വിറ്റമിൻ ഡി വലിച്ചു വാരി കഴിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് അത് ചെയ്യുന്നത് വളരെ വളരെ തെറ്റാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ടാവും, വിറ്റമിൻ ഡി ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ടാവും. അതുണ്ടായാലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ പല പലതായ പ്രശ്നങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാരണം വിറ്റമിൻ ഡി അമിതമായാൽ, വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യം അബ്സോർബ് ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ ആവശ്യമുണ്ട്. അമിതമായിട്ട് വിറ്റമിൻ ഡി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അമിതമായിട്ട് കാൽസ്യം അബ്സോർബ് ആകും. ദാറ്റ് വിൽ കോസ് നിങ്ങൾക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സോഫ്റ്റ് ടിഷ്യൂസിൽ കാൽസിഫിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻ ലോങ് ടേം യൂസ്. സോ എൻ്റെ അഭിപ്രായത്തിൽ എന്നും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം പോയി നിങ്ങളുടെ വിറ്റമിൻ ഡി നിങ്ങൾക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. ഇഫ് യു ഹാവ് ഡെഫിഷ്യൻസി ഇൻ വിറ്റമിൻ ഡി ദെൻ യു സപ്ലിമെൻറ്റ് ഇറ്റ് അണ്ടർ കൺസൾട്ടേഷൻ ഓഫ് എ ഫിസിഷ്യൻ. നിങ്ങളുടെ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വിറ്റമിൻ ഡി എടുക്കാവൂ. ഓൾറൈറ്റ്. പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ ജിമ്മിൽ പോകുന്നവരെല്ലാം ബോഡി ബിൽഡേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ്. ബ്രോ, ദാറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പോർട്ട്. ഇത് ഞാനൊരു 10,000 വട്ടം ഞാൻ പറഞ്ഞു. അവരുടെ റിക്വയർമെൻറ്റ് വേറെയാണ്. ട്രെയിനിങ് സ്റ്റൈൽ, റിക്വയർമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. ഡോണ്ട് കോപ്പി ദം. ഫോർ റെഗുലർ ഫിറ്റ്നസ് നിങ്ങൾ വിറ്റമിൻ ഡി എടുക്കണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് വിറ്റമിൻ ഡി കിട്ടും, സൺലൈറ്റിൽ നിന്ന് വിറ്റമിൻ ഡി കിട്ടും. Still you have doubt, go and do a test and then only supplement vitamin D. Otherwise ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഫിറ്റ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ്.